അതുകൊണ്ട് എന്താ വെച്ചാൽ നിങ്ങൾ അതിനും കൂടി പ്രിപ്പയർ ചെയ്തിട്ട് വേണം കൊണ്ടു കൊടുക്കാനായിട്ട്. പിന്നെ നെക്സ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ എഴുതുന്ന യൂണിറ്റ്സ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. തെറ്റിക്കഴിഞ്ഞ സാറ് ഞങ്ങൾക്ക് അവിടെ കുറച്ച് പേർക്ക് തെറ്റിയായിരുന്നു. പിന്നെ ഗ്രാഫൊക്കെ തെറ്റിയായിരുന്നു. ഗ്രാഫിൻ്റെ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ അതിനുമുമ്പ് യൂണിറ്റ്സ് തെറ്റുന്നത് കൊണ്ട് തന്നെ യൂണിറ്റ്സ് നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. ഇപ്പോൾ എനിക്ക് തെറ്റിയത് കാൽക്കുലേഷനാണ്. യൂണിറ്റ്സ് ഞാൻ കറക്റ്റായിട്ട് നോക്കിയിട്ട് പോയതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഈ കാൽക്കുലേഷനിൽ മിസ്റ്റേക്ക് വന്നു. അപ്പോൾ നിങ്ങളൊരു കാര്യം വെച്ചാൽ കാൽക്കുലേഷനും അതുപോലെ യൂണിറ്റ്സ് ഒക്കെ ഒന്ന് നന്നായിട്ട് നോക്കി പോവുക. കാൽക്കുലേഷൻ എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാൽ നമുക്ക് ചെയ്യാതെ നമുക്ക് കിട്ടില്ലല്ലോ ഓരോരോ വാല്യൂസ്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ നമുക്ക് കിട്ടില്ല. വീട്ടിൽ നിന്നാൽ നമുക്ക് ലാബൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇത് ചെയ്ത് അതിൻ്റെ വാല്യൂസ് കണ്ടെത്താനൊന്നും പറ്റത്തില്ല. സോ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്. ആ വീഡിയോസ് എടുത്തിട്ട് അതിലുള്ള വാല്യൂസ് വെച്ചിട്ട് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അപ്പം വേറെ തെറ്റ് വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് ഇപ്പോൾ നമുക്ക് കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വരാൻ